നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീജ, സിൻസിയർ ആയുർവേദിക് ഫാർമ. നമ്മുടെ ചർമ്മത്തിന്റെ യൗവനം നിലനിർത്തുന്നതിന് കൊളാജൻ എന്ന പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കൊളാജൻ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചർമ്മത്തിൽ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ചർമ്മത്തിൽ കുറേയധികം മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. മസിൽ ഒക്കെ സാഗ് ചെയ്ത് വരിക, പിന്നെ ഫേസിലൊക്കെ ചുളിവുകൾ വീഴുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് നട്ട്സുകൾ, കൊളാജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എള്ള്, ബദാം, വാൽനട്ട്, പംകിൻ സീഡ്, ഇതിലെല്ലാം ധാരാളം വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ ധാരാളമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, ലെമൺ, കൂടാതെ നെല്ലിക്ക, പപ്പായ തുടങ്ങിയവ ധാരാളം കഴിക്കേണ്ടതാണ്. ഇത് കൊളാജൻ നിലനിർത്തുന്നതിനും നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പോമോഗ്രാനൈറ്റ്, കൂടാതെ ഈ ടർമറിക്, അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടീ നമ്മൾ രാവിലെയും വൈകുന്നേരം ഒരു ഗ്ലാസ് വീതം കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പിന്നെ ധാരാളം ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള അവക്കാഡോ, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശുദ്ധമായിട്ടുള്ള നെയ്യ്, ശുദ്ധമായ വെളിച്ചെണ്ണ എന്നിവ നമ്മൾ നെയ്യ് ദിവസവും നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വെളിച്ചെണ്ണ നന്നായി മസാജ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്യുന്നത് ഈ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ദിവസവും നമ്മളൊരു 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ദിവസവും നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം. ധാരാളം ഔഷധ സസ്യങ്ങളിലും ഈ കൊളാജൻ കൂട്ടുന്നതിനുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ അമുക്കുരത്തിൽ ധാരാളം സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞരമ്പുകൾക്കൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും വളരെയധികം നല്ലതാണ്. സ്ട്രെസ് കുറയ്ക്കുന്നതിന് നല്ലതാണ്. അതുകൊണ്ട് ഈ കൊളാജൻ കൂടുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ശതാവരി നമ്മുടെ സ്കിൻ ടോണിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഹോർമോൺ ഇംബാലൻസിനും വളരെയധികം നല്ലതാണ്. ഉലുവ ഈസ്ട്രജന്റെ അളവ് കൂട്ടുന്നതിന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എന്നും ഈ രാവിലെ ഉലുവ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഏറ്റവും അധികം കൊളാജൻ ഉൽപാദനം ഉണ്ടാക്കുന്ന ഒന്നാണ് മുത്തുകള്, കരിമുത്തുകള്, അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് വളരെയധികം ഉപകാരമുള്ളൊരു ഔഷധ സസ്യമാണ്. പിന്നെ നെല്ലിക്ക നമ്മൾ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് എന്നും നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് മാത്രമല്ല സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യുന്നതിനും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ദിവസവും നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.